നമുക്കറിയാം, ഏലത്തിലേക്ക് വരുമ്പോൾ 3 വിളകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റബ്ബർ ബോർഡിന്റെ സഹായത്തോടെ പ്രധാനമായിട്ടും 6 ജില്ലകളിലാണ് ഈ കേരള പദ്ധതി നടപ്പാക്കുന്നത്. അത് തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, കണ്ണൂര്, കോട്ടയം എന്നീ ജില്ലകളിലാണ്. എന്നാൽ ഏലം കൃഷിയിൽ ഇടുക്കി ജില്ലയിൽ മാത്രമാണ് 1677 കോടിയും ബാക്കി കേരള സർക്കാരിന്റെ ഫണ്ടിങ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിലെ പ്രധാന ഓഹരി ഉടമകളായിട്ട് നമ്മൾ പറയുന്നത് കിൻഫ്ര, ക്യാപ്കോ, പിന്നെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. കൂടാതെ ഇത് പ്രധാനമായിട്ടും 3 വിളകളിലാണ് കേരള പദ്ധതി നടപ്പാക്കുന്നത്: റബ്ബർ, ഏലം, കാപ്പി. അപ്പോൾ ഈ 3 ബോർഡുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത്. റബ്ബർ ബോർഡിന്റെ കോഫി അതോടൊപ്പം സ്പൈസസ് ബോർഡിനും എല്ലാവിധ ആശംസകളും നൽകുന്നു. സമയപരിമിതി മൂലം പെട്ടെന്ന് തന്നെ പദ്ധതി നിർവഹണത്തിന്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഈ പദ്ധതി വിശദീകരണം നൽകുന്നതിനായിട്ട് പ്രിയപ്പെട്ട അന്ന ജോയിയെ സ്പൈസസ് ബോർഡിന്റെ ഉദ്യോഗസ്ഥയാണ് ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾ, വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കേരള പദ്ധതിയുടെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നട്ട് അതിന്റെ കൃഷിരീതി വർദ്ധിപ്പിക്കുക. അതായത് കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നടുന്നത് വഴി ഏലത്തിന്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുക. കൂടാതെ വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉൽപാദനവും വർദ്ധിപ്പിക്കുക. കൂടാതെ അഗ്രി ഓൺടർപ്രണർഷിപ്പ്, അതിലേക്ക് കൂടുതൽ ആൾക്കാർ കടന്നു വരിക എന്നുള്ളതാണ് ഈ കേരള പദ്ധതിയുടെ ഉദ്ദേശം തന്നെ. അപ്പൊ ഇത് ആദ്യമേ പറഞ്ഞു, വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി കാർഷിക വകുപ്പ് നടപ്പാക്കുന്നത്. സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ ഓഫീസർ കൂടി ഉണ്ട്, കൃഷ്ണപ്രിയയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റ് സംയുക്തമായി നടപ്പാക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഏലം ായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ ഓഫീസർ കൂടി ഉണ്ട്, കൃഷ്ണപ്രിയയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റ് സംയുക്തമായി നടപ്പാക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഏലം കൃഷിക്ക് സ്പൈസസ് ബോർഡിൽ നിന്ന്